ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ നാളത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കാൻ പോണത് സുചിത്ര ആകെ വിഷമത്തിലാണ് കേട്ടോ. ആ കൈലാസിൻ്റെ കയ്യിൽ ജാതകം കൊടുക്കേണ്ട അതിനാ പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുകയാണ് ഇളയമയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ എൻ്റെ കൂടെ നിൽക്കുമായിരുന്നു എന്ന് പ്രിയാമണിയോട് ചോദിക്കുമ്പോൾ പ്രിയാമണി പറയുന്നുണ്ട്, കൈലാസ് ആളുടെ ഉടായ്പാണ്, പക്ഷെ അവൻ പറഞ്ഞ ഈ ഒരു കാര്യം സത്യമാണെന്നുണ്ടെങ്കിൽ മോളെ നമ്മൾ അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരാളുടെ ജീവിതം തകർക്കേണ്ട കാര്യമുണ്ടോ എന്ന് പ്രിയാമണി ചോദിക്കുകയാണ്. അതും കൂടി കേൾക്കുമ്പോഴേക്കും സുചിത്രക്ക് വല്ലാത്ത വിഷമമാണ്. സുചിത്ര അപ്പം തന്നെ കുറേ ഇരുന്ന് കരയോ കേട്ടോ. അവിടേക്ക് ഇഷിത വരുന്നുണ്ട്. സുചി എവിടെ വെച്ചാൽ റൂമിലിരുന്ന് കരച്ചിലാ മോളെ എന്ന് പറയുമ്പോൾ അവളെന്തിനാ കരയണത്, കൈലാസ ജാതകം നോക്കിയാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ അവൾക്കറിയാലോ എന്ന് പറയുമ്പോഴേക്കും മാഷ് പറയുന്നുണ്ട്, അല്ല കൈലാസ് ഭയങ്കര ആത്മവിശ്വാസത്തോടെ മോള് പറയണത്, ഈ ജാതകം എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി നോക്കിക്കോ, എവിടെ കൊണ്ടേ നോക്കിയാലും ഇങ്ങനെ തന്നെ പറയുള്ളൂ എന്നൊക്കെ അയാൾ ഭയങ്കര ആത്മവിശ്വാസത്തിലാണല്ലോ മോളെ പറയണമെന്ന് ചോദിക്കുമ്പോൾ ഇഷിത പറയണ്ടേ, എൻ്റെ അച്ഛനൊരു കാര്യം ആലോചിച്ച് നോക്ക്, അയാൾ ഈ ജാതകം അച്ഛൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോയിട്ടല്ലേ നോക്കിയത്, ഈ ജാതകത്തിൽ എന്തെങ്കിലും തിരുത്തോ മറിയോ കാണിച്ചിട്ടുണ്ടെന്ന് നമുക്കെങ്ങനെ അറിയാം, അതുകൊണ്ട് അച്ഛനൊരു കാര്യം ചെയ്യ്, ഇപ്പം തന്നെ അമ്മയുടെ ചേച്ചീനെ ഇപ്പം തന്നെ വിളിക്കണം, അതിനുശേഷം വേറൊരു ജാതകം അയച്ചു തരാൻ വേണ്ടി പറയണം, ഇപ്പം തന്നെ സുചിത്രയുടെ നാളും ദിവസവും ഡേറ്റും ഒക്കെ ചോദിച്ചിട്ട് ഇപ്പം തന്നെ പുതിയൊരു ജാതകം തയ്യാറാക്കണം, അതിനുശേഷം ഈ ജാതകവും ആ ജാതകവും സെയിം ആണോ നോക്കണം, പിന്നീട് നമുക്ക് എന്താ വെച്ചാൽ തീരുമാനിക്കാം എന്ന് നിഷിത പറയാണ്. സുഹൃത്തെടുത്ത് പറയണ്ടേ, നീ ഇങ്ങനെ വിഷമിക്കണത് നോക്ക്, നിൻ്റെ ഒരു പുതിയ ജാതകം എഴുതാൻ പോവാണ്, അതിനുശേഷം ആ ജാതകത്തിൽ എന്താ പറയണതെന്ന് നമുക്കൊന്ന് നോക്കാം എന്ന് പറയുന്നുണ്ട്. ശേഷം സുചിത്രയുടെ പുതിയൊരു ജാതകം എഴുതിപ്പിക്കുക കേട്ടോ. അതിൽ നോക്കുമ്പോഴേക്കും ഇതിൽ കൈലാസ് പറഞ്ഞ ഒരു കുഴപ്പമില്ല. അതേസമയം നമ്മുടെ അഷിതയുടെ വീട്ടിലാണെങ്കിലും മാധവ് അഷിതടുത്ത് പറയുന്നുണ്ട്, ആ കള്ളസ്വാമിനെ ലയ ഒരുപാട് വിശ്വസിച്ചിരിക്കുകയാണ്, 5 ലക്ഷം രൂപയാണ് സന്താനലബ്ധി പൂജക്ക് എന്ന് പറഞ്ഞിട്ട് അയാൾ വാങ്ങിച്ചത്, അതിനുശേഷം ഇനിയും പൈസയൊക്കെ ആകുമെന്നാണ് പറയണത്, ലയയുടെ എല്ലാ സമ്പാദ്യവും കൊടുക്കാൻ വരെ തയ്യാറാണ്, അയാളൊരു കള്ളസ്വാമിയാണെന്ന് ഇതിൽ നിന്ന് തന്നെ ഉറപ്പാണല്ലോ ഏടത്തി എന്ന് പറയുമ്പോൾ അതെ, അല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും പണം ആവശ്യപ്പെടില്ലല്ലോ, അത് മാത്രമല്ല അയാൾ വേറെ എന്തൊക്കെയോ ഉദ്ദേശം അയാൾക്കുണ്ട്, അല്ല അയാളുടെ പേരെന്താ മാധവ എന്ന് ചോദിക്കുമ്പോൾ കൈലാസസ്വാമികൾ എന്നാണ് പറഞ്ഞത്. കൈലാസസ്വാമികൾ, ഈ പേര് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ, എനിക്ക് കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ട് മാധവേ എന്ന് അഷിത പറയാണ്. സംശയങ്ങളോ, എന്ത് സംശയങ്ങളോ എടുത്തി, അല്ല ഞാൻ നിന്നോട് ഇഷിതയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ, അവളുടെ വീട്ടിൽ ഒരു കൈലാസ് മഹേഷിൻ്റെ അനിയത്തിയുടെ ഭർത്താവ് പറഞ്ഞിരുന്നു, അല്ല അയാളിപ്പോൾ ഒരു പുതിയ ഉടായ്പായിട്ട് ഇറങ്ങിയെന്ന് ഇഷിത പറയുന്നുണ്ടായിരുന്നു, എന്തോ പുതിയ സിദ്ധി കിട്ടിയെന്നോ, രാമേശ്വരത്ത് പോയപ്പോൾ എന്തോ സിദ്ധി കിട്ടിയെന്നോ, ഇപ്പം എന്തോ ആശ്രമം തുടങ്ങി അവിടെ ഇരിക്കുകയാണെന്നോ എന്തൊക്കെയോ പറയണ്ടെന്ന്, ഇനി ആ സ്വാമികൾ തന്നെയായിരിക്കും ഈ കൈലാസ് എന്ന് അഷിത ചോദിക്കുകയാണ്. മാധവ് പറയണ്ടേ, എങ്കിൽ സംശയിക്കേണ്ട, അയാൾ തന്നെയായിരിക്കും ഇയാൾ, അല്ല ഈ കൈലാസ സ്വാമികളുടെ ഫോട്ടോ എന്തെങ്കിലും മാധവിൻ്റെ കയ്യിലുണ്ടോ, ഉണ്ടെടുത്തി എന്ന് പറഞ്ഞിട്ട് മാധവ് ആ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ്. അത് കാണുമ്പോൾ തന്നെ അശ്വത പറഞ്ഞിട്ട്, മാധവേ ഇത് അയാൾ തന്നെ, ആ കൈലാസ് വൃത്തികെട്ടവൻ, അപ്പോൾ ഇയാളാണ് ആളല്ലേ, ഇയാൾ വൃത്തികെട്ടവനാ, നന്നായി എടുത്ത് ഇപ്പോഴെങ്കിലും അറിഞ്ഞത്, അല്ലെങ്കിൽ പണവും പോയാനെ എൻ്റെ ലയയുടെ ജീവിതവും പോയാനെ, അതെ സന്താനലബ്ധി പൂജ എന്ന് പറഞ്ഞിട്ട് അവിടെ പല ഉടായ്പും അയാൾ കാണിക്കുന്നുണ്ട് എന്ന് പറയാണ് അശ്വത. എങ്കിലേ ചേച്ചി എന്നാൽ ഇത് വെറുതെ വിടാൻ പാടില്ല, ഞാൻ ഈ കാര്യം ഇഷിതനെ നേരിട്ട് കണ്ടോ ഒന്ന് പറയാം എന്ന് പറയാണ്. അങ്ങനെ അഷിത രാവിലെ തന്നെ ഇഷിതനെ കാണാൻ വേണ്ടി പോകാട്ടോ. ഇഷു ഇങ്ങോട്ട് വന്നേ, ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇഷിതനെ കൂട്ടിക്കൊണ്ട് അകത്ത് പോവാം. എന്താ ചേച്ചി, അല്ല നിങ്ങൾ ഈ കൈലാസാശ്രമത്തിലെ കൈലാസസ്വാമികളെ കണ്ടിട്ടുണ്ടോ, ഇല്ല, അന്നില്ലേ ദേ ഇയാളയാൾ നമ്മൾ ഫോട്ടോ കാണിക്കുകയാണ്, ഇത് കൈലാസല്ലേ, അതെ ഇയാൾ തന്നെയാണ് കൈലാസാശ്രമത്തിൽ ഇരിക്കുന്നത്, ലയയും അതുപോലെ തന്നെ അമ്മയും കൂടി അവിടെ പോയപ്പോൾ എന്തോ സിദ്ധി കിട്ടിയ പോലെ ലയയുടെ കാര്യങ്ങൾ നേരത്തെ വിളിച്ചു പറഞ്ഞു, അതുമാത്രം നിന്നെക്കുറിച്ച് ഒരുപാട് അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞു, നീയാണ് ആ കുഞ്ഞിനെ ഇല്ലാതാക്കി കളഞ്ഞെന്ന് വരെ പറഞ്ഞു, അപ്പോഴെനിക്ക് സംശയം തോന്നുമായിരുന്നു മാധവ എന്ന് രാവിലെ ഈ ഫോട്ടോ കാണിച്ചത്, ഓഹോ അപ്പം അയാൾക്ക് അങ്ങനെയാണ് സിദ്ധി കിട്ടിയെന്ന് പറയണല്ലേ ചേച്ചി, ഇത് വെച്ച് പൊറപ്പിക്കാൻ പാടില്ലല്ലോ, ദേ സുചിത്രയുടെ വിനോദിൻ്റെ ജാതകം നോക്കിയിട്ട് അയാൾ പറയാം സുചിത്രക്ക് ചൊവ്വാദോഷം ഉണ്ടെന്ന്, എല്ലാം അയാളെ കൊണ്ടുതന്നെ സത്യങ്ങൾ പറയിപ്പിച്ചേ പറ്റൂ ചേച്ചി, അതെ നമുക്കിപ്പോൾ തന്നെ അങ്ങോട്ട് പോകണം ഇഷു എന്ന് പറയാണ് അഷിത. ചേച്ചി എങ്കിൽ ഞാനും വരാം, എനിക്കും അയാളെ കാണണം എന്ന് സുചിത്ര പറയാണ്. വാ മോളെ എന്ന് പറഞ്ഞിട്ട് അവർ 3 പേരും കൂടി നേരെ കൈലാസാശ്രമത്തിലേക്ക് പോകാട്ടോ. അതേസമയം അവിടെ മാധവനോട് പറയണ്ട അഷിത, നീ ലയേനെയും കൂട്ടിക്കൊണ്ട് അവിടേക്ക് വരണം എന്ന് പറയാണ്, ഇന്നത്തോടെ തെറ്റിദ്ധാരണ എല്ലാം മാറ്റണമെന്ന് പറയുന്നുണ്ട് അഷിത. അങ്ങനെ മാധവ് നമുക്ക് ആ സ്വാമികളെയൊക്കെ ഒന്ന് കാണാൻ പോകാൻ ലയ എന്ന് പറയുന്നുണ്ട് ലയടുത്ത്. ലയ ചോദിക്കണ്ട, അപ്പം മാധവന് വിശ്വാസം വന്ന് തുടങ്ങിയല്ലേ, അതെ വിശ്വാസം വന്ന് തുടങ്ങി, നീ ആദ്യം വണ്ടിയിൽ കയറ് എന്ന് പറഞ്ഞിട്ട് ലയനെ വണ്ടിയിലേക്ക് കയറ്റാണ്. ശേഷം അവരെല്ലാവരും ഒരുമിച്ച് തന്നെയാണ് കേട്ടോ കൈലാസാശ്രമത്തിൽ എത്തുന്നത്. ലയയാണെങ്കിൽ ഇഷിതനെ കാണുമ്പോൾ തന്നെ ദേഷ്യത്തോട് കൂടി തന്നെ ഇഷിതനെ കഴുത്തിനൊക്കെ കയറി പിടിക്കാൻ പോവാണ്. മാധവ് അവിടെ നിന്ന് പിടിച്ച് മാറ്റുന്നുണ്ട്. ശേഷം എൻ്റെ കുഞ്ഞിനെ കൊന്നത് ഇവളാണ്, വ്യാജ ഡോക്ടർ എന്നൊക്കെ പറഞ്ഞ് ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാക്കുക കേട്ടോ. ആ ആശ്രമത്തിൽ എല്ലാവരും അവിടേക്ക് ഓടിക്കൂടാണ്. ഇഷിതക്ക് വലത്തെ വിഷമം തോന്നുന്നുണ്ട്. അങ്ങനെ
അങ്ങനെ ലയേനെ പിടിച്ച് മാറ്റുകയാണ് മാധവ്. ശേഷം ഇഷിത ആകെ വിഷമിച്ചിരിക്കുമ്പോൾ അക്ഷിതയും സുചിത്രയും പറയുന്നുണ്ട്, സാരില്ല, ഇന്നത്തോടെ തെറ്റിദ്ധാരണ മാറുമല്ലോ എന്ന് പറയുമ്പോൾ അതെ, അയാൾ ഈ ആശ്രമത്തിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്, അയാളെ കൊന്നു കൊല വിളിക്കണം, ശേഷം ഈ ആശ്രമം കത്തിക്കണം എന്ന് ഇഷിത പറയുമ്പോൾ അതെ, അതിന് തന്നെയാണ് നമ്മൾ വന്നിരിക്കുന്നത്, എല്ലാം വീഡിയോ എടുക്കണം. സുജി കേട്ടല്ലോ, അയാൾ പറഞ്ഞതൊക്കെ എല്ലാം ലൈവായിട്ട് തന്നെ വീഡിയോയിൽ പോകണം എന്ന് പറയുമ്പോൾ ശരി ചേച്ചി, ഞാൻ ലൈവായിട്ട് തന്നെ എടുത്തോളാം എന്ന് സുചിത്രയും പറയാണ്. അങ്ങനെ ഇഷിതയും അതുപോലെ തന്നെ അക്ഷിതയും സുചിത്രയും കൂടിയിട്ട് കൈലാശ്രമത്തിൻ്റെ ഉള്ളിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ കൈലാസാണെങ്കിൽ കണ്ണക്കടച്ച് ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. എഴുന്നേക്കടോ അവിടെ നിന്ന് എന്ന് ഇഷിത പറയണേ. ഇഷിതേ, നീ എന്താ ഇവിടെ? ഞാനിപ്പോൾ ധ്യാനത്തിനുള്ള സമയം, എന്നാരും ശല്യപ്പെടുത്താൻ പാടില്ല, ശിഷ്യ ഇവരെ പുറത്താക്കുമോ? തൊട്ട് കഴിഞ്ഞാൽ തന്നെ കൊന്നുകളി നമ്മുടെ ശിഷ്യനെ അടിച്ച് പുറത്താക്കണം ആദ്യം തന്നെ. ശേഷം അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ എടുത്ത് നശിപ്പിക്കുകയാണ്. ഇഷിതയും അക്ഷിതയും സുചിത്രയും കൂടിയിട്ട് കൈലാസിൻ്റെ കഴുത്തിനെ കയറി പിടിക്കുന്നുണ്ട്. എടോ, തനിക്ക് കിട്ടിയതൊന്നും പോരാല്ലേ, താൻ നന്നാവില്ലല്ലോ. മഞ്ജുമച്ചിനെ വിചാരിച്ചിട്ടാണ് തന്നെ ഞങ്ങൾ വെറുതെ വിട്ടത്, അപ്പോൾ താൻ വീണ്ടും ഓരോരോ പെണ്ണുങ്ങളുടെ ജീവിതം കളയുവാണല്ലേ. എടോ, സന്താന ലബ്ധി പൂജെന്ന് പറഞ്ഞിട്ട് താൻ ഇവിടെ എന്താണ് ചെയ്യണത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സുചിത്ര, നീ ലൈവ് പോടി എന്ന് പറയാണ്. അങ്ങനെ സുചിത്ര ലൈവ് പോവാണ്. ലൈവ് കാണാൻ ഒത്തിരി പേരുണ്ട് കേട്ടോ. അപ്പോൾ സന്താന ലബ്ധി പൂജ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ചെയ്യണത് പറയടോ, വായ തുറന്ന് ലൈവിൽ നോക്കി പറയടോ എന്ന് പറയാണ്. അങ്ങനെ കൈലാസ് പറയുന്നത്, അത് ഞാൻ വെറുതെ പറ്റിക്കുകയാണ്, വെറുതെ പെണ്ണുങ്ങൾ തൊട്ടുരുമി നിൽക്കാമല്ലോ, പിന്നെ കുറേ പണവും കിട്ടും, അതിനെ വേണ്ടിയിട്ടാണ്. താൻ എത്ര രൂപയുടെ സന്താനലബ്ധി പൂജയ്ക്ക് വാങ്ങിക്കണത്? 5 ലക്ഷം രൂപയാണ് എന്ന് പറയാണ്. അതുമാത്രം പറയലിടോ, ബാക്കി കൂടി പറയാടോ. എൻ്റെ കസിൻ ലയേന താൻ എന്തൊക്കെ പറയടോ പറ്റിച്ചത്? അത് നീനെക്കുറിച്ച് എനിക്കെല്ലാം അറിയാവുന്നത് കൊണ്ടിട്ട് ഞാൻ ലയെടുത്ത് നുണ പറയുമായിരുന്നു എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുമ്പോൾ ലയ ആകെ ഞെട്ടിപ്പോട്ടോ. ലയ അപ്പം തന്നെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ സുചിത്രയും അത് ബാക്കി കാര്യങ്ങൾ കൂടെ പറയിപ്പിക്കുക ചേച്ചി എന്ന് പറയാണ്. ആ ബാക്കി കാര്യങ്ങളുടെയും അങ്ങനെ നമ്മുടെ കൈലാസ് പറയാട്ടോ. അത് മാത്രമല്ല, ഇഷിതേനെ ഡോക്ടറെ കഴിഞ്ഞ പ്രാവശ്യം ജയിലിൽ കിടന്നല്ലോ കുറച്ച് നാൾ മുമ്പ്, ആ ജയിലിൽ കിടക്കാൻ കാരണക്കാരൻ ഞാൻ തന്നെയാണ്, ഡോക്ടറെ കയറി പിടിച്ചത് ഞാനാണ്. ശേഷം ഡോക്ടറാണ് എന്നെ കയറി പിടിച്ചത് പറഞ്ഞാൽ കള്ളക്കേസിൽ കൊടുക്കുകയും അതുപോലെ തന്നെ ഡോക്ടറിൻ്റെ കാറിൽ കഞ്ചാവ് വെച്ചതൊക്കെ ഞാൻ തന്നെയാണ് എന്ന് കൈലാസ് പറയാണ്. ഇതെല്ലാം ലൈവ് കാണണം മഹേഷും അതുപോലെ തന്നെ വഞ്ചിമയും സ്വപ്നവല്ലിയൊക്കെ കൂടിയിട്ട്. മഞ്ജിമക്ക് അയ്യോ അമ്മേ, ദേ എൻ്റെ കൈലാസിനെ കൊണ്ട് പിന്നെ അവൾ കള്ളം പറയിപ്പിക്കുവാമേ, കഴുത്തിനെ പിടിച്ച് കള്ളം പറയിപ്പിക്കുവാമേ എന്ന് പറയുമ്പോഴേക്കും രാമനാഥൻ പറയണ്ടേ, മതിയടി നിർത്തടി, ഇത്രയൊക്കെ ആയിട്ട് നിനക്ക് മതിയായില്ലല്ലേ, അവൻ ഏതൊക്കെ തരത്തിൽ സത്യം പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലല്ലേ. മഞ്ജിമേ, നീ ഇനി കൈലാസിൻ്റെ വാക്ക് ഈ വീട്ടിൽ പറഞ്ഞാലുണ്ടല്ലോ, നിന്നെ ഞാനിവിടെ അടിച്ച് പുറത്താക്കുമെന്ന് രാമനാഥൻ പറയാണ്. അപ്പോൾ സ്വപ്നയിൽ രാമ അത് സ്വപ്നം മിണ്ടിപ്പോവരുത്, മോളെ കൊട പിടിക്കാൻ വേണ്ടി വന്നിരിക്കുക അവൾ, കയറി പൊടിയകത്ത് എന്ന് പറഞ്ഞിട്ട് രാമനാഥൻ രണ്ടിനടിച്ച് പുറത്താക്കാണ്. അങ്ങനെ കൈലാസാശ്രമം ചുട്ട് എരിച്ച് നമ്മുടെ ഇഷിതയും അക്ഷിതയും സുചിത്രയൊക്കെ കൂടി പോവുകയാണ്. ലയയുടെ ജീവിതം രക്ഷിച്ചുകൊണ്ട് അവർ പോവുക കേട്ടോ. അങ്ങനെ നല്ല തകർപ്പൻ ഭാഗങ്ങൾ നമ്മൾ നാളത്തെ എപ്പിസോഡും മറ്റന്നാളൊക്കെ ആയിട്ട് കാണാൻ പോണത്. ഇത് നാളത്തെ പ്രൊമോ മാത്രമല്ല, വീക്കെൻഡ് പ്രൊമോയും കൂടിയിട്ടാണ് കേട്ടോ പറഞ്ഞത്. എന്തായിരുന്നാലും അടിപൊളി ഭാഗങ്ങളൊക്കെ തന്നെയാണ് ഇനി കാണാൻ പോകുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.